And she died when his plane was somewhat over Naveda എത്തുന്ന സമയത്ത് അമ്മ മരിച്ചു. And dad aged rapidly after mom died. And he sold the house as it was too big for him. Jack and Susan went to help dad for packing and clean the place. Susan found the shoebox in the attic and said Jack's mom was an amazing artist. 2 years after the death of mom, Jack was watching a TV documentary about sharks. Suddenly, he remembers his mom's hands that they folded and refolded in foils to make a shark for me. Susan had put the paper animals here and there for the decoration. He found Lahagu and his tail twitched and he pounced playfully. Soon, Lahagu order unfolded himself. It was a letter in Chinese. He could barely remember Chinese letters. സോ ഇവിടെ പറയുന്നത് അമ്മ മരിച്ചതോടെ എന്താണ് അച്ഛനും പ്രായമായി തുടങ്ങി. അവരുടെ വലിയ വീട് എന്താ അവർക്ക് നോക്കാൻ കഴിയാത്ത തുടങ്ങി, മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താണ് അവരത് വിളിക്കുകയാണ്. ഇറ്റ് വാസ് ടു ബിഗ് ഫോർ ഹിം. ജാക്കും അതുപോലെ തന്നെ ജാക്കിൻ്റെ ഗേൾ ഫ്രണ്ടായ സൂസനും എന്ത് ചെയ്യുന്നുണ്ട്, ആ വീടും കാര്യമൊക്കെ പാക്കിങ്ങിനും അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേപ്പർ ആനിമൽസിനെ കാണുന്ന സമയത്ത് സൂസൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ നല്ലൊരു അമേസിങ് ആർട്ടിസ്റ്റ് ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം 2 വർഷം അമ്മയുടെ മരണത്തിന് 2 വർഷത്തിന് ശേഷം ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ടി വിയിൽ ഡോക്യുമെൻ്ററീസ് ഒക്കെ കാണുന്നില്ല അബൌട്ട് ഷാർക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടി ചിന്തിക്കുകയാണ്, ആ ഷാർക്കിനെ കാണുമ്പോൾ അമ്മനെ കുറിച്ച് ചിന്തിക്കുന്നു, അമ്മ ഉണ്ടാക്കി തന്ന ആ ഫിഗേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ സൂസൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സൂസന് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ആ പേപ്പർ ആനിമൽസൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നല്ല നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് അവനെ എന്ത് ചെയ്യുന്നുണ്ട്, ലഹാഗുവിനെ കാണുന്നു. ലഹാഗു സ്വയം അൺഫോൾഡ് ചെയ്യുന്നുണ്ട് അവനെ തന്നെ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ലെറ്റേഴ്സ് ചൈനീസിൽ ഓരോ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. സോ ഹി കുഡ് ബെയർലി റിമെമ്പർ ചൈനീസ് ലെറ്റേഴ്സ്. അവന് വായിക്കാൻ പറ്റുന്നില്ല ആ ലെറ്റേഴ്സ് ഒന്നും. ജാക്ക് took the letter to Chinese women and she agreed to read the letter for him. അപ്പോൾ അങ്ങനെ നമ്മുടെ ചൈനീസ് ടൂറിസ്റ്റേഴ്സൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോകുന്നു നമ്മുടെ ജാക്ക്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു വിമൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനിങ്ങനെ ലെറ്റർ വായിച്ചു കൊടുക്കുക, ചൈനീസ് വിമൻ ഇങ്ങനെ ലെറ്റർ വായിച്ചു കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. ആൻഡ് ഹി റിമെമ്പേഴ്സ് ദാറ്റ് ഇറ്റ് വാസ് എ ലാംഗ്വേജ് ദാറ്റ് ഹി ഹാഡ് ട്രൈ ടു ഫോർഗെറ്റ് ഫോർ ഇയേഴ്സ് കം ബാക്ക് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സിംഗിങ് ടു മീം ആൻഡ് ഇറ്റ് ബ്രോക്കൺ ഹിസ് ഹാർട്ട്. അപ്പം അവന് ചിന്തിക്കുന്നുണ്ട്, ഈ ഇത്തരത്തിലുള്ള വേർഡ്സ് ഇതൊക്കെയാണ് അവന് കാലങ്ങളായിട്ട് മറക്കാൻ ശ്രമിച്ച വേർഡ്സ്. ഓക്കെ, അത് ഇവനിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഓരോ ലെറ്റേഴ്സ് വായിക്കുമ്പോഴും അവൻ്റെ മനസ്സിന് ആഴമായിട്ട് അതിങ്ങനെ മുറിവേൽപ്പിക്കുന്ന പോലെ നമ്മുടെ ജാക്കിന് തോന്നുകയാണ്. സോ എന്താണ് നമുക്ക് ആ ഒരു ലെറ്റർ നോക്കാം. സൺ, വി ഹാവൻ ടോക്കൺ ഇൻ ലോങ് ടൈം. യു ആർ സോ ആംഗ്രി വെൻ ഐ ട്രൈ ടു ടച്ച് യു ആൻഡ് ഐ ആം afraid. This pain I feel all the time now is something serious, so I decide to write to you. I'm going to write in the paper animals I made for you that you used to like so much. I want to tell you my story. I was born in 1957 in Singlu. It is famous for paper craft. We made paper birds to chase grasshoppers away from the field and paper tigers to keep away the mice. For Chinese New Year, my friends and I made red paper dragons. And then came the Cultural Revolution in 1966. Neighbor turned on neighbor and brother against brother. One of my uncle had left for Hong Kong back in 1946 and became a merchant there. Have a relative in Hong Kong was a crime in China. My grandmother couldn't take the abuse and threw herself down a well. My father was dragged away to the woods and he never back. Dad, I was 10 years old. Often I want to reach Hong Kong. I was trying to catch a train when some people caught me for stealing food. When they heard that I was trying to get to Hong Kong, they smuggled me and other girls across the border. I was taught by the Chin family. For 6 years, I was their slave. One day, old woman told me about American men want Asian wife. If I can cook, clean, and take care of my American husband, he will give me good life. It was only hope I had, and that was how I got in the catalog with all those lies and met your father in the suburbs of Connecticut. I was lonely. Your father was kind and gentle with me, and I was very grateful to him. But no one understood me, and I understood nothing. But
then you were born, and I was so happy. In your face, I saw my mother, father, and myself. You grew up a little, and now you could even help your father and adapt to each other. I was really at home now. I finally found a good life, son. I know that you do not like your Chinese eyes and your Chinese hair, which are mine. But can you understand how much joy your very existence brought to me? And can you understood how it felt when you stopped talking to me and won't let me talk to you in Chinese? I felt I was losing everything all over again. Why won't you talk to me, son? The pain makes it hard to write. And the young woman handed the paper back to me, and he couldn't bear to look into the face. Without looking up, he asked for help in tracing of the character of the A on the paper below mom's letter. Okay, and he wrote the character again, intervening his pen stroke with her words. Okay. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അമ്മ എഴുതിയ ലെറ്ററാണ് അല്ലേ, നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഒരുപാട് നാളായി നീ എന്നോട് സംസാരിച്ചിട്ട്, അപ്പോൾ ഞാൻ നിന്നെ ഒന്ന് തൊടാൻ ശ്രമിക്കുമ്പോൾ പോലും നീ എന്താണ് ദേഷ്യപ്പെടുകയെല്ലാം ചെയ്യുമായിരുന്നു. എനിക്ക് നിന്നെ പേടിയായിരുന്നു. എൻ്റെ വേദന ഇപ്പോൾ ഭയങ്കരമാണ്, അതുകൊണ്ട് നിനക്ക് എഴുതാമെന്ന് വിചാരിച്ചു. നിനക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പേപ്പറിൽ തന്നെ എഴുതണം എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ എഴുതുന്നത്. ഓക്കെ. അങ്ങനെ 1950s സിഗ്ലുവിലാണ് അവരുടെ അമ്മ ജനിച്ചത്. കടലാസ് കൊണ്ടുണ്ടാക്കുന്ന പല എന്താ പറയുക, അത്രയും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അത്രത്തോളം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പേപ്പർ ആർട്ട് ക്രാഫ്റ്റ് അല്ലെങ്കിൽ പേപ്പർ ആർട്ടിസ്റ്റിൻ്റെ ഒരു പേര് കേട്ട സ്ഥലത്താണ് അവർ ജനിച്ചത്. അപ്പോൾ ആ ഒരു കടലാസ് കൊണ്ട് പക്ഷികൾ ഉണ്ടാക്കി ആ ഒരു ഫാമിൽ വെട്ടുകിളികളൊക്കെ ഇവർ ഓടിക്കുമായിരുന്നു പറയുന്നുണ്ട്. എലികളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവർ ടൈഗർ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയാണ് അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള പേപ്പർ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി പഠിഞ്ഞത്. അപ്പോൾ എല്ലാം ക്വൈറ്റ് നാച്ചുറൽ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. 1960s കൾച്ചറൽ റെവല്യൂഷൻ ചൈനയിൽ അരങ്ങേറി. അതോടെ എന്താണ്, അയൽക്കാരും ഫ്രണ്ട്സും ഒക്കെ പരസ്പരം ശത്രുക്കളായി മാറി. ഹോങ്കോങ്ങിലേക്ക് പോയ ആൾക്കാരുടെയൊക്കെ ബന്ധുക്കൾ എന്താണ് രാജ്യത്ത് ശത്രുക്കളായിട്ടാണ് അവർ കണ്ടത്. അങ്ങനെ അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. 1946 ഇവരുടെ അമ്മാവൻ, അതായത് അമ്മയുടെ അമ്മാവൻ ഹോങ്കോങ്ങിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു വ്യാപാരി ആയതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിലുള്ള ആരെങ്കിലും ബന്ധുവായിരുന്നുകൊണ്ട് ചൈനയിലെ ഒരു മഹാകുറ്റമായിരുന്നു അത്. ഹോങ്കോങ്ങിൽ ആരെങ്കിലും പോവുകയോ അവിടെ ആരും ബന്ധമുണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ ഇവരെ വേട്ടയാടാൻ തുടങ്ങും. അപ്പോൾ അത്തരം വേട്ടയാടൽ മൂലം എന്താണ്, ഇവരുടെ അമ്മൂമ്മ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. അതുപോലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തൂക്കുമായി വന്ന് അപ്പൂപ്പനെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇവന് നമ്മുടെ അമ്മ 10ാം വയസ്സിൽ എന്താണ് അനാഥരായി. അങ്ങനെ എങ്ങനെയെങ്കിലും ഹോങ്കോങ്ങിൽ എത്തണം എന്നതാണ് ഇവരുടെ ചിന്ത. അങ്ങനെ ഒരു ട്രെയിൻ കയറി പോകാൻ നിന്ന സമയത്ത് വയലിൽ നിന്ന് മോഷണം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇവരെ പിടികൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹോങ്കോങ്ങിൽ പോകാനായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരെ സ്മഗ്ലർ ചെയ്ത് അതിർത്തി കടത്തി കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. വേറെ കുടുംബത്തിന് വിറ്റു. 6 വർഷം അവരെന്ത് ചെയ്തു, അങ്ങനെ അടിമപ്പണി ചെയ്ത് അവിടെ ജീവിച്ചു. അങ്ങനെ ഒരിക്കലും ഒരു വയസ്സായ സ്ത്രീയാണ് ഇവരുടെ അടുത്ത് പറയുന്നത്, ചൈനീസ് സ്ത്രീകളെ അമേരിക്കക്കാർക്ക് ആവശ്യമുണ്ട്, അവരെ നന്നായി നോക്കി അവരെ നന്നായി കെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ എന്താണ് നമ്മുടെ ഈ അമ്മ കാറ്റലോഗിൽ പരസ്യക്കോളത്തിൽ പേര് കൊടുക്കുന്നു. നല്ലവണ്ണം പാചകം ചെയ്യാൻ അറിയാം, ഡാൻസ് ഇഷ്ടമാണ്, അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ നുണയായിരുന്നു, അതൊക്കെ പരസ്യത്തിൽ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ അച്ഛനെ കാണുന്നതും കണക്ടിവിറ്റിയിൽ ഇവർ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടെ അവർ ഭയങ്കര ഐസൊലേറ്റഡ് ആയിരുന്നു ആ സ്ഥലത്ത്. പക്ഷേ അച്ഛൻ ഇവരോട് നല്ല സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചിരുന്നു, നല്ല ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഈ കുട്ടി ഉണ്ടായപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ കുട്ടീൻ്റെ മുഖത്തിൽ അവരുടെ അമ്മയുടെയും അവരുടെയൊക്കെ മുഖമാണ് അമ്മ കണ്ടത്. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ഈ കുട്ടി മാറിയപ്പോൾ അമ്മക്ക് ഭയങ്കര പ്രയാസമായി. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അമ്മക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ചോദിക്കുന്നുണ്ട്, മകനെ എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കുന്നത്, എൻ്റെ വേദന എന്നെ കൂടുതൽ എഴുതാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ടാണ് ഇവർ എൻഡ് ചെയ്യുന്നത്. അങ്ങനെ എൻഡ് ചെയ്യുന്ന സമയത്ത് എഴുത്ത് വായിക്കുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, ഇവർ തിരിച്ച് പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അവനെ നോക്കാൻ കൂടി ത്രാണിയുണ്ട്. കാരണം അത്രത്തോളം മോശമായിട്ടാണ് ഈ കുട്ടി അവിടെ സംസാരിച്ചത്. അങ്ങനെ ഐ എന്നുള്ള വാക്ക് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, ഇവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഐ എന്നുള്ള വാക്കിൻ്റെ
അർത്ഥം, അങ്ങനെ ആ ഒരു ഐ എന്നുള്ള വാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടി ഒരുപാട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അങ്ങനെ ആ പേപ്പർ ആരായിരുന്നു, ലവാഹു ആയിരുന്നു അല്ലേ. ലവാഹുവിനെ അവർ കയ്യിലെടുത്തു. ലവാഹുവിനെ അവൾ സ്നേഹത്തോടെ തലോടുന്നുണ്ട്. അങ്ങനെ അവന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം അവൻ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അവൻ്റെ അമ്മനെ. ബൈ ഇഗ്നോറിങ് ഹിസ് മദർ ഹി തോട്ട് ദാറ്റ് ഹി ക്യാൻ ഇഗ്നോർ ഹിസ് ഹെറിറ്റേജ്. പക്ഷേ വീണ്ടും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ് ബാക്ക് ടു ഹിസ് ഓൺ ഹെറിറ്റേജ് അല്ലേ. അവന് ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നു, അവന് ഭയങ്കര കുറ്റം തോന്നുന്നു. ഓക്കെ, അമ്മയോട് ഭയങ്കര സഹതാപം തോന്നുന്നു. അമ്മ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. ആദ്യം ഈ കുട്ടി വിചാരിച്ച അച്ഛനും അമ്മയെ കല്യാണം കഴിച്ചോടെ അവർ തെറ്റായെന്ന് തോന്നുന്നു എന്നൊക്കെയാണ്. പക്ഷെ അച്ഛന് ഒരിക്കലുമല്ല. അച്ഛന് അത്രയും കെയർഫുള്ളായിരുന്നു, അമ്മയെ അത്ര സ്നേഹിച്ചിരുന്നു, അവനെ അമ്മയെ ഒരുപോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അച്ഛൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇവന് മനസ്സിലാവാണ് അമ്മയ്ക്ക് എത്രത്തോളം ഐസൊലേറ്റഡ് ആയിരുന്നു, അമ്മ എത്രത്തോളം ഇവൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചു എന്നൊക്കെ അവന് മനസ്സിലാവാണ്. So he's not happy with her non-American American ways, and until he read his letter to him after her death with the help of an unknown Chinese girl. Let us speak about her emotional isolation in America, and the letter re-established his bond with his mother and his culture and her culture. അപ്പോൾ വീണ്ടും അമ്മയിലേക്ക് തന്നെ അവനെ ലെറ്റർ കൊണ്ടുവന്നു അല്ലേ. അവന് വേണ്ടാന്ന് വെച്ചാൽ ആ കൾച്ചറിലേക്ക് തന്നെ അവനെ വീണ്ടും ആ ബോണ്ടിലേക്ക് തന്നെ അവനെ കൊണ്ടുവരാണ് ചെയ്തത്. And to convey the untold pain parents suffer when their children reject them as they grow up. There are traits of magical realism in the story. The origami animals that Jack's mother make become alive and when she breathed into him. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടികൾ വലുതാവുമ്പോൾ അവരെ അമ്മമാരെ വേണ്ടെന്ന് വെക്കുന്നു. അത് അവരുടെ കുട്ടികൾ വലുതാവുമ്പോൾ സ്വന്തം പാരൻസിനെ അല്ലെങ്കിൽ അമ്മയെ തള്ളി പറയുന്നത് മക്കളെ ഓർത്ത് എത്രമാത്രം അവർ വേദനിക്കുന്നുണ്ട് എന്നതും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ കഥയിൽ മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു സവിശേഷത ഉണ്ട്. ജാക്കിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഓർഗാമി ആനിമൽസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ശ്വസിക്കുമ്പോൾ എന്താണ് അതിന് ജീവനുള്ളതായി മാറുന്നു. അപ്പോൾ മാജിക്കൽ റിയലിസം എന്നുള്ളത് ഇതിലൊരു മെയിനായിട്ട് വരുന്ന ഒരു തീമാണ്. ഓക്കെ, മാജിക്കൽ റിയലിസം ഓർ മാജിക് റിയലിസം. അതുപോലെ ഫാമിലി, ദാറ്റ് ഈസ് മദർ ആൻഡ് സൺ കണക്ഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മദർ ആൻഡ് സൺ. അതുപോലെ ലോസ് ആൻഡ് ഗ്രീഫ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഹെറിറ്റേജ്, കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്. അതുപോലെ ചൈൽഡ്ഹുഡ് വണ്ടർ ആൻഡ് ഇമാജിനേഷൻ ആൻഡ് കണക്ഷൻ ഫോർ ജാക്ക് ടു ഹിസ് മദർ. ചൈൽഡ്ഹുഡ് വണ്ടേഴ്സ് ആൻഡ് ഇമാജിനേഷൻ പറയുന്നുണ്ട്. വലുതായപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഹെറിറ്റേജ് മാറ്റി എത്രത്തോളം പ്രിജുഡൈസ്ഡ് ആയി മാറിയാണ് ചെയ്യുന്നത്. സോ ഹോപ്പ് യു ഗോട്ട് വാട്ട് ഐ മീൻ, ആൻഡ് വി വിൽ മീറ്റ് വിത്ത് അനദർ പോർഷൻ. ടിൽ ദെൻ, ടേക്ക് കെയർ, bye. Do subscribe to my channel for getting more notification from the upcoming chapters. Okay.